ഒരു കില്ല് കയറിയായിരുന്നു. ആരെങ്കിലും ഒരു കില്ല് എടുത്തായിരുന്നു എനിക്ക് ആ മിഷൻ. ഞാനധികം കില്ല് എടുത്തായിരുന്നു. ഈ സൈക്കിൾ ഹെർക്കുലിസാ റാലിയ? ആളുകൾ പുറകെ വരുന്നുണ്ടില്ല. റാലിയ സൂക്ഷിച്ചിരുന്ന ആക്സിഡന്റ് ഉണ്ടാവും. പോവാ. നിനക്ക് അങ്ങനെ മനസ്സിലായി? ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല് മതമിളകിയ ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കണ്ടോ ഈ നാഗേന്ദ്രൻ? മതമിളകിയ ആന വന്നപ്പോ നെഞ്ചും വിരിച്ച് നിന്നതാ. അത് കുത്തിവെച്ചും എവിടെ ഇറങ്ങണ്ടേ? ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഗണ്ണി കിട്ടില്ല. ഞാൻ അവനെ പിടിച്ചോണ്ടിരിക്കുന്നു. എടാ ഇത് എന്നാടാ ഇത്? എന്നെ പരിപാടി അറ്റ്ലീസ്റ്റ് എന്റെ ഡ്രസ്സിൽ എനിക്ക് ഇട്ടതൂടെ? ഇതിനകത്ത് സാത്താനുണ്ടായിരുന്ന പകാനിയൊക്കെ ആളിറങ്ങുന്നേ എവിടെ? ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാ ചേച്ചി എന്ന് പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഒരു കൂട്ടം കൂടെ ഉണ്ടല്ലോ. അത്രേ ഉള്ളൂ. വന്നിറങ്ങി എന്റെ ഫ്രണ്ട് നേരെ വന്നിറങ്ങിയത്. അവൻ വന്ന് ഇവിടെ കുത്തി അങ്ങ് ഇരുന്നു. ഒറ്റ തിരിഞ്ഞു നോക്കും. എന്നെ എന്താ ചെയ്തോളെ. അവനെ അടിച്ചു വിട്ട നല്ലായിട്ട്. ഡെവില്ല അവന്റെ ഹണ്ടർ എങ്ങാണ്ടായിരുന്നു. ഹണ്ടർ ആയിരുന്നത്. അവൻ വന്നിറങ്ങിയത് ഹണ്ടർ ആയിരുന്നു. ഐഡിയ കിട്ടിയില്ല. അതാടാ DP. DP എടുത്തോളാം. DP എനിക്ക് ഉണ്ട്. എന്നാ പിന്നെ ഞാൻ മാറ്റിക്കോട്ടെ. DP വെച്ച് അടിച്ചു നോക്കട്ടെ. അതെ DP. നാളത്തപ്പം പോയാലോ? കേട്ട പോലെ കാറിലായിട്ടും താഴെ കിടപ്പുണ്ടോ? ഞാൻ അതറിയാതെ ഡ്രോപ്പ് ചെയ്തതാ. നീ എവിടെ വന്ന മരഭൂതമേ? കളിക്കുന്ന ഒരു അനക്കം പോലും തന്നില്ല. ഇതിന്റെ അകത്തുണ്ട്. ആന്നേ എടാ ഞാനതാ പറഞ്ഞു. ഞാൻ എന്തോ ഒരു അപശബ്ദം കേട്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ചുമ്മാ ബോട്ട് വല്ലോ ആയിരിക്കും. ഗ്ലിച്ച് എടുത്തായിരിക്കും. അത്രേ ഉള്ളൂ. പാട്ടി കഴിവ്. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി കൊണ്ടാ മതിയല്ലോ. മല്ലയാ ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ. ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇപ്പുറത്തെ സൈഡിൽ